വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർച്ച വന്നിട്ടുണ്ടോ? ശരിക്കും ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവും തീവ്രമായ നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും US വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ജംപ്സ് ടു 6 month ഹൈ. അതൊക്കെ ഗോൾഡ് അതിന് ശേഷമാണ് ഉയർന്നതെന്ന് മാത്രം നമുക്ക് പറയാൻ വയ്യ. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. റഷ്യ ഉക്രൈൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അത് പറഞ്ഞിട്ട് നമ്മൾ ഗോൾഡിലേക്ക് വരാം. വിക്ടറി ഡേ പരേഡ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ റഷ്യ. അതേമാതിരി വിൽ നോട്ട് അലോ എനിവൺ ടു ത്രെട്ടൻ അസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുടിൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും റഷ്യ ഭീഷണിപ്പെടുത്താൻ ഒരാളെയും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 70 മിസൈലുകളും ഡ്രോണുകളും ആയിട്ടാണ് ഉക്രൈൻ്റെ പവർ എനർജി സ്ട്രക്ചറിനെ ആക്രമിച്ചിട്ടുള്ളത്. അത് വെറും എവിടെയെങ്കിലൊക്കെ ഒന്നുമില്ല, കീവ് അടക്കം ഉള്ള 6 സിറ്റികളിലേക്കാണ് അറ്റാക്ക് പോയിട്ടുള്ളത്. ബിഗ്ഗസ്റ്റ് ഇൻ വീക്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അതും പവർ കട്ട് 9 പ്രദേശങ്ങൾ ഉക്രൈനിയൻ സ്ഥലങ്ങളിൽ പവർ കട്ട് വന്നിട്ടുണ്ട്. അമ്മാതിരി അറ്റാക്ക് വന്നിട്ടുള്ളത്. 4 കുട്ടികൾക്ക് 3 അഡൽട്ട്സിനും പരിക്കേറ്റിട്ടുണ്ട്. സ്കൂൾ സ്റ്റേഡിയം കാർക്കീവിൽ റഷ്യയുടെ ആക്രമണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 കുട്ടികൾക്കും 3 അഡൽട്ടിനും പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല റഷ്യൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള 1000 കിലോമീറ്റർ ഫ്രണ്ട് ലൈന് പിടിച്ചെടുത്തു എന്നപ്പോൾ പറഞ്ഞ് 1000 കിലോമീറ്ററിൽ ഓക്കെ. കിസ്ലീവ്ക എന്ന് പറയുന്ന വില്ലേജ് കാർക്കീവ് റീജിയൻസിലുള്ളത് പിടിച്ചെടുത്തു എന്നപ്പോൾ റഷ്യ പറയുന്നത്. അതേപോലെ ഡൊണസ്ക് റീജിയൻസിൽ ഇതാ പറയുന്നത് നോവോ കാലിസ്നോവ് എന്ന് പറയുന്ന വില്ലേജും പിടിച്ചെടുത്തെന്നാണ് പറയുന്നത്. റഷ്യ മുന്നേറുന്നുണ്ടെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ ഇപ്പോൾ പുതിയ ലോ പാസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവിക്റ്റുകളെ ഒക്കെ പരോൾ അനുവദിച്ചു കൊടുക്കുക. കാരണം കൂടുതൽ മെൻസിനെ ഫ്രണ്ട് ലൈനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 35 ആളുകളെ ഡ്യൂപ്പ് ചെയ്താണ്ട് റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് റഷ്യയിൽ നല്ല ജോലിയും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി നല്ല പ്ലേസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് 4 പേരെ ഇന്ത്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CBI ആയിരുന്നു അന്വേഷണം നടത്തിയിട്ടുള്ളത്. പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ഗോൾഡ് ഉയർന്നു. ഗോൾഡ് ഭയങ്കര ഉയർച്ച തന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 52,920 അല്ലേ ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ 80 രൂപ കുറഞ്ഞ് 52,920 മാറിയിട്ടുണ്ടെന്ന്. പക്ഷേ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. നാളെ എന്ന് പറയുന്ന ദിവസത്തേക്ക്, അതായത് നാളെ ഇപ്പോൾ വിപണി പ്രകാരം ഒരു 360 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വാങ്ങാനുള്ളവരും ഈ പ്രോബ്ലം തീരുകയാണെങ്കിൽ അപ്പോൾ വാങ്ങാം എന്നുള്ളതായിരിക്കും നല്ലത് എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. ഓക്കെ.